കേരളത്തിലെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 തെക്കൻ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വന്തം പരാജയം തുറന്ന് സമ്മതിക്കുന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുറത്തിറക്കിയ പ്രസ്താവന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ എതിരാളികൾ BJP മാത്രമാണ് എന്ന് CPM സമ്മതിക്കുന്നു. കാരണം കോൺഗ്രസും CPMഉം രണ്ടല്ലല്ലോ, അവർ ഒന്ന് തന്നെയാണ്. BJPയുടെ വോട്ടിംഗ് ശതമാനത്തെ പറ്റിയുള്ള CPMൻ്റെ ആശങ്ക ഭയത്തിൽ നിന്ന് ഉണ്ടായതാണ്. 4 പതിറ്റാണ്ടിലേറെയായി തിരുവനന്തപുരം നഗരസഭ പാർട്ടി സ്വത്തുപോലെ കയ്യിൽ വെച്ച് അനുഭവിക്കുകയും കൈയിട്ട് വാരുകയും ചെയ്തത് പുറത്തു വന്നു തുടങ്ങി. ഇനി മുന്നോട്ട് അഴിമതി നടത്താൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമാണ് ആ ഭയത്തിന് പിന്നിൽ. 1982 തങ്ങൾ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഘട്ടം ഘട്ടമായി BJP വളർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടാൻ NDAക്ക് കഴിഞ്ഞത് ജനമനസ്സുകളിൽ BJPയുടെ വികസന രാഷ്ട്രീയ സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. ആ വളർച്ചയെ തടയാൻ പല രീതിയിൽ കൂട്ടുകെട്ടുണ്ടാക്കി. അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും മാത്രമല്ല, LDFിൻ്റെയും UDFിൻ്റെയും ഭരണത്തിൽ വീർപ്പ് മുട്ടുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത്തവണ NDAക്ക് ഒപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ശബരിമലയും വികസനവും BJPക്ക് കേവലം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമല്ല. തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ 2 കാര്യങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. പ്രത്യക്ഷത്തിൽ ശബരിമലയോടും അയ്യപ്പ വിശ്വാസികളോടുമുള്ള അവരുടെ വിരോധം തൽക്കാലത്തേക്കെങ്കിലും മറച്ചുപിടിച്ച് അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ള PR പരിപാടികളുമായി ജനങ്ങളെ പറ്റിക്കാൻ LDF ശ്രമിച്ചത് എന്ന് ഏവർക്കും അറിയാം. ആചാരങ്ങൾ തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്ഷേത്രം കൊള്ളയടിച്ച് ഇല്ലാതാക്കാനാണ് CPM ശ്രമിച്ചത് തന്നെ. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും നിയന്ത്രണങ്ങളുടെയും മറവിൽ ശബരിമല മുഴുവൻ കൊള്ളയടിക്കാനും അവർ ശ്രമിച്ചു. ശബരിമലയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ ആദ്യം ശ്രമിച്ചത് CPM തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തേടാനുള്ള ശ്രമം പരാജയപ്പെടുക മാത്രമല്ല, സഖാക്കൾ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണമോഷണം പുറത്തു വന്നതും പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു. സന്നിധാനം മുതൽ സഹകരണ ബാങ്ക് വരെയും കട്ടിളപ്പാളി മുതൽ കിച്ചൺ ബിന്ന് വരെയും നടത്തിയ അഴിമതികൾ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുക തന്നെയാണ്.